തെനാലിരാമൻ കഥകൾ തുടരുന്നു. ഒരിക്കൽ ഉത്തരഭാരതത്തിൽ നിന്നും ഒരു ഇന്ദ്രജാലക്കാരൻ വിജയനഗരത്തിലെത്തി. അയാൾ പേരുകേട്ട മാന്ത്രികനായിരുന്നു. അത്ഭുതകരമായ പല വിദ്യകളും സദസ്യരെ കാണിച്ചു. ആദ്യം അയാൾ കുറേ ചരൽക്കല്ലുകൾ പെറുക്കിയെടുത്തു. പിന്നീട് അവ കൈക്കുള്ളിൽ പിടിച്ച് കറക്കി. അയാൾ എന്തോ ഒന്ന് ഉരുവിടുന്നുണ്ടായിരുന്നു. എന്നിട്ട് അയാൾ കൈകൾ തുറന്നു. എന്തൊരത്ഭുതം! അയാളുടെ കൈകളിൽ നിറയെ സ്വർണ്ണ നാണയങ്ങൾ. സദസ്യർ ആവേശപൂർവ്വം കൈയടിച്ചു. അയാൾ കാണികളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഏത് തരം സുഗന്ധദ്രവ്യമാണ് വേണ്ടത്? പലരും ഓരോരോ സുഗന്ധദ്രവ്യങ്ങൾ ആവശ്യപ്പെട്ടു. ആകാശത്തു നിന്നും അയാൾ സുഗന്ധദ്രവ്യങ്ങൾ എടുത്ത് സദസ്യർക്ക് കൊടുത്തു. സദസ്യർ ശ്വാസമടക്കി പിടിച്ചിരുന്നു. അമ്പോ, എന്തൊരു കഴിവ്! പലരും അയാളെ പ്രശംസിച്ചു. ഇന്ദ്രജാലക്കാരൻ വേറെയും പല വിദ്യകളും കാണിച്ചു. എല്ലാം ഒന്നിനൊന്ന് മികച്ചത്. ആരിലും ഭയമുളവാക്കുന്ന ഒന്നായിരുന്നു അയാൾ അവസാനമായി കാണിച്ചത്. പലർക്കും അത് അവിശ്വസനീയമായി തോന്നി. അയാൾ സ്വന്തം ശിരസ് ശരീരത്തിൽ നിന്നും ഊരിയെടുത്തു. ആ ശിരസ് കൈകളിൽ എടുത്തുകൊണ്ട് അയാൾ രംഗവേദിയിൽ കൂടി നടന്നു. ലോകം മുഴുവൻ പിടിച്ചടക്കിയ ഒരു യോദ്ധാവിൻ്റെ ഭാവമായിരുന്നു അയാൾക്ക്. അയാൾ വിജയനഗരവാസികളോടായി ഒരു വെല്ലുവിളി നടത്തി. മാന്യരേ, എന്നോട് മത്സരിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ട് വരൂ. മത്സരത്തിൽ ആർക്കും എന്നെ പരാജയപ്പെടുത്താൻ കഴിയില്ല. ആർക്കെങ്കിലും എന്നെ തോൽപ്പിക്കാൻ കഴിഞ്ഞാൽ അയാൾക്ക് എൻ്റെ തല വെട്ടിയെടുക്കാനുള്ള അധികാരം നൽകിയിരിക്കുന്നു. വിജയനഗരത്തിലെ പ്രഗത്ഭരായ എല്ലാ മാന്ത്രികന്മാരും ആ സദസ്സിലുണ്ടായിരുന്നു. വെല്ലുവിളി ഏറ്റെടുക്കാൻ ആരും മുന്നോട്ട് വന്നില്ല. കാരണം ഇത്തരം അപൂർവ വിദ്യകൾ അവർ അഭ്യസിച്ചിരുന്നില്ല. രാമനും ആ സദസ്സിലുണ്ടായിരുന്നു. രാമൻ എല്ലാം കേട്ടിരുന്നു. ആ പരദേശിയെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണമല്ലോ. രാമൻ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് ഇന്ദ്രജാലക്കാരൻ്റെ അടുത്തെത്തി. നിങ്ങളുടെ വെല്ലുവിളി ഞാൻ സ്വീകരിക്കുന്നു. എനിക്ക് പുതിയൊരു വിദ്യ അറിയാം. ഞാനൊരു വിദ്യ കണ്ണടച്ചുകൊണ്ട് കാണിക്കും. അതേ വിദ്യ കണ്ണു തുറന്നുകൊണ്ട് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? ഇല്ല എന്ന് ഞാൻ തറപ്പിച്ചു പറയുന്നു. രാമൻ പരദേശിയെ വെല്ലുവിളിച്ചു. പരദേശി പുച്ഛസ്വരം കലർന്ന സ്വരത്തിൽ പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നെ വെല്ലുവിളിക്കാൻ ഈ ലോകത്ത് ആരും തയ്യാറായിട്ടില്ല. കണ്ണടച്ചുകൊണ്ട് നിങ്ങളുടെ വിദ്യ കാണിക്കൂ. ഞാൻ കണ്ണു തുറന്ന് ആ വിദ്യ കാണിക്കാം. അതിന് സാധിക്കാതെ വന്നാൽ എൻ്റെ തല വെട്ടാനുള്ള അധികാരം നിങ്ങൾക്ക് തരാം. എന്താണാവോ രാമൻ്റെ കയ്യിലുള്ള വിദ്യ? എല്ലാവരും ശ്വാസം അടക്കി പിടിച്ചുകൊണ്ടിരുന്നു. കുറേ മുളകുപൊടി കൊണ്ടുവരാൻ രാമൻ നിർദ്ദേശിച്ചു. മുളകുപൊടി എത്തിയപ്പോൾ എല്ലാവരും കാണെ കണ്ണുകൾ അടച്ചു. എന്നിട്ട് മുളകുപൊടി കൺപോളകളുടെ പുറത്ത് തേച്ചു. കുറേ നേരം അങ്ങനെ നിന്നു. പിന്നീട് മുളകുപൊടി തുടച്ചു മാറ്റി. കണ്ണുകൾ നല്ലതുപോലെ തണുത്ത വെള്ളത്തിൽ കഴുകി. അതിനുശേഷം രാമൻ കണ്ണുകൾ തുറന്നു. ശരി, ഞാൻ എൻ്റെ വിദ്യ കാണിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾ കണ്ണു തുറന്നുകൊണ്ട് ഈ വിദ്യ കാണിക്കൂ. രാമൻ ഇന്ദ്രജാലക്കാരനോട് ആവശ്യപ്പെട്ടു. രാമൻ തന്നെ വെട്ടിൽ വീഴ്ത്തിയിരിക്കുന്നു. കണ്ണു തുറന്നു പിടിച്ചുകൊണ്ട് മുളകുപൊടി തേക്കുകയോ? അതെങ്ങനെ സാധിക്കും? പരദേശിക്കാകെ പരിഭ്രമമായി. തോറ്റത് തന്നെ. തോറ്റാൽ തല വെട്ടാനുള്ള അനുവാദം എതിരാളിക്ക് കൊടുത്തിരിക്കുകയാണ്. പരദേശി രംഗവേദി വിട്ട് ഒറ്റയോട്ടം. ആളുകൾ പിന്നാലെ ഓടി. ജനങ്ങൾ അയാളെ പിടിച്ചുകൊണ്ടുവന്നു. രാമൻ പരദേശിയോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട. എനിക്ക് നിങ്ങളുടെ മരമണ്ടൻ തല വേണ്ട. നിങ്ങളുടെ പൊങ്ങച്ചം കുറക്കണമെന്നേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അത് സാധിച്ചു. ചക്രവർത്തി രാമന് സമ്മാനമായി 1000 സ്വർണ്ണ നാണയങ്ങൾ നൽകി. തെന്നാലി രാമൻ്റെ പ്രശസ്തി ഭാരതമാകെ പരന്നു. രാമൻ്റെ നർമ്മബോധം, കുശാഗ്രബുദ്ധി, കുസൃതിത്തരം എന്നിവയെക്കുറിച്ച് കേൾക്കാത്തവർ ഇല്ലെന്ന് തന്നെ പറയാം. മുഗൾ ചക്രവർത്തിയായിരുന്ന ബാബറിന് ഒരാഗ്രഹം, രാമനെ ഒന്ന് നേരിൽ കാണണം.
ഒരു ദിവസം ബാബറിന്റെ ദൂതൻ വിജയനഗരത്തിൽ കൃഷ്ണദേവരായരുടെ കൊട്ടാരത്തിലെത്തി. 1 മാസത്തെ താമസത്തിനായി രാമനെ ബാബറുടെ കൊട്ടാരത്തിലേക്ക് അയക്കണം. ചക്രവർത്തി രാമനോട് വിവരം പറഞ്ഞു. പ്രതിഭകളെ അംഗീകരിക്കുന്നതിൽ അതീവ തൽപരനായിരുന്നു ബാബർ. ഇക്കാര്യം രാമന് നന്നായി അറിയാം. രാമൻ ബാബറിന്റെ കൊട്ടാരത്തിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. പോകുന്നതിന് മുമ്പായി കൃഷ്ണദേവരായ ചക്രവർത്തി രാമനെ ഓർമ്മപ്പെടുത്തി. രാമ, നിങ്ങൾ യാതൊരു കാരണവശാലും പരാജയപ്പെടരുത്. വിജയനഗരത്തിന്റെ യശസ് ഉയർത്തിപ്പിടിക്കണം. വിജയശ്രീലാളിതനായ മുഗൾ ചക്രവർത്തിയുടെ പാരിതോഷികങ്ങളുമായി വരണം. മറിച്ച് നീ പരാജയപ്പെട്ടാൽ വിജയനഗരത്തിൽ നിന്നും നിന്നെ പുറത്താക്കും. തിരുമേനി, ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, എല്ലാം ഞാൻ ഏറ്റു, രാമൻ ചക്രവർത്തിയെ അറിയിച്ചു. രാമൻ മുഗൾ സദസ്സിലേക്ക് വരുന്നുണ്ടെന്ന വിവരം ബാബർക്ക് ലഭിച്ചു. ബാബർ തൻ്റെ സേവകരോട് ആജ്ഞാപിച്ചു, രാമന്റെ നേരം പോക്കുകളിൽ ആരും ചിരിക്കരുത്. അയാളെ ആരും അഭിനന്ദിക്കരുത്. അയാൾ നമ്മുടെ കൈകളിൽ നിന്നും യാതൊരു സമ്മാനവും വാങ്ങാതെ മടങ്ങിപ്പോകണം. രാമൻ ബാബറുടെ കൊട്ടാരത്തിലെത്തി. ചക്രവർത്തിയെയും സദസ്സിനെയും ചിരിപ്പിച്ച് അവരുടെ സമ്മാനങ്ങൾ വാങ്ങാനാണ് വരവ്. പക്ഷേ ആരും ചിരിച്ചില്ല, ആരും അഭിനന്ദിച്ചുമില്ല. പലരും രാമനെ കണ്ടതായി ഭാവിച്ചു പോലുമില്ല. മനഃപൂർവമുള്ള ശ്രമമാണിതെന്ന് രാമൻ ഊഹിച്ചു. രാമൻ പല അടവുകൾ മാറി മാറി പ്രയോഗിച്ചു. ഫലം പഴയതു തന്നെ. രാമനാകെ വിഷമസന്ധിയിലായി. തോറ്റുപോയിക്കൂടാ. ബാബർ ചക്രവർത്തി എല്ലാ ദിവസവും രാവിലെ നടക്കാൻ ഇറങ്ങും. അതിനൊരു നിശ്ചിത സമയമുണ്ട്. ഇത് രാമൻ അറിയാമായിരുന്നു. ഒരു ദിവസം രാമൻ ഒരു പടുകിഴവന്റെ വേഷം ധരിച്ച് ചക്രവർത്തി വരുന്ന വഴിയുടെ ഓരത്ത് നിന്നു. മുഗൾ ചക്രവർത്തി അടുത്തെത്താറായി. പണക്കിഴിയുമായി ഒരു സേവകനും. അവർ കിഴവനടുത്തെത്തി. കിഴവൻ കുനിഞ്ഞു നിന്ന് എന്തോ ചെയ്യുകയാണ്. ബാബറും സേവകനും അവിടെ നിന്നു. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ബാബർ ചോദിച്ചു. അടിയൻ പുളിങ്കുരു നടുകയാണ്. കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ നല്ല ആദായം കിട്ടുമല്ലോ, കിഴവൻ അറിയിച്ചു. നിങ്ങൾ നടുന്ന പുളിങ്കുരു വളർന്ന് ഫലം തരാൻ എത്ര വർഷങ്ങൾ കഴിയണം? നിങ്ങൾ അത്രയും കാലം ജീവിച്ചിരിക്കുമോ? ചക്രവർത്തി ചോദിച്ചു. അതുകൊള്ളാം തിരുമനസേ, മറ്റുള്ളവർ നട്ട മരത്തിന്റെ ഫലങ്ങളാണ് നാം ഇന്ന് അനുഭവിക്കുന്നത്. ഞാൻ ഇന്ന് പുളിങ്കുരു നടുന്നു, അടുത്ത തലമുറ ഫലം അനുഭവിക്കും. താങ്കൾ പറഞ്ഞത് എത്ര ശരി. നിങ്ങൾക്ക് സമ്മാനമായി ഈ പണക്കിഴി തരുന്നു, ചക്രവർത്തി പറഞ്ഞു. സേവകൻ പണക്കിഴി കിഴവനെ ഏൽപ്പിച്ചു. ചക്രവർത്തി, മരങ്ങൾ കായ്ക്കുമ്പോഴാണ് ആളുകൾക്ക് പ്രയോജനമുണ്ടാകുക. എനിക്കാകട്ടെ നട്ടപ്പോഴേക്കും ഫലം കിട്ടി. അപരന് നന്മ ചെയ്യണമെന്ന് തോന്നുന്ന നിമിഷം തന്നെ പുണ്യം നേടുന്നു എന്നതല്ലേ ചൊല്ല്, കിഴവൻ പറഞ്ഞു. എത്ര അർത്ഥവത്തായ വാക്കുകൾ! ബാബർ സംപ്രീതനായി. ഇതാ ഒരു പണക്കിഴി. കിഴവന് രണ്ടാമതും പണക്കിഴി കിട്ടി. ഒരു പുളിമരം വളർന്നു വലുതായി കൊല്ലത്തിൽ ഒരിക്കലേ അത് ആദായം തരൂ. എന്നാൽ ഒരു പുളിങ്കുരു നട്ടപ്പോൾ തന്നെ എനിക്ക് 2 പ്രാവശ്യം ആദായം ലഭിച്ചു, കിഴവൻ പറഞ്ഞു. നിങ്ങൾ എത്രയോ മികച്ച ജ്ഞാനിയാണ്. നിങ്ങളിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. നിങ്ങൾക്ക് ഒരു പണക്കിഴി കൂടി തരുന്നു. ബാബർ ചക്രവർത്തി 3ാമത്തെ പണക്കിഴിയും രാമന് നൽകി. ഉടൻ തന്നെ രാമൻ കിഴവന്റെ വേഷം മാറ്റി. ബാബർ അന്ധാളിച്ചുപോയി. ഇതാര്? രാമനോ? നിങ്ങൾ മിടുക്കൻ തന്നെ. ഏത് രാജ്യത്തിനും നിങ്ങൾ അഭിമാനം തന്നെ. നിങ്ങളെ കണ്ടതിൽ എനിക്ക് സന്തോഷമുണ്ട്, ചക്രവർത്തി അത്യാഹ്ലാദത്തോടെ പറഞ്ഞു. ചക്രവർത്തി രാമന് അനവധി സമ്മാനങ്ങൾ നൽകി. വിലപിടിപ്പുള്ള സമ്മാനങ്ങളുമായി വിജയനഗരത്തിലേക്ക് രാമൻ യാത്ര തിരിച്ചു. ജന്മനായുള്ള മനുഷ്യപ്രകൃതി മാറ്റാൻ പറ്റുമോ? കൃഷ്ണദേവരായരുടെ പണ്ഡിതന്മാർ തമ്മിൽ പൊരിഞ്ഞ വാഗ്വാദം. സാധിക്കുമെന്ന് ചിലർ, സാധിക്കില്ലെന്ന് ചിലർ. ഒടുവിൽ ചക്രവർത്തി ഇടപെട്ടു. നിങ്ങൾ ബഹളം വയ്ക്കാതെ നമുക്കൊരു പരീക്ഷണം നടത്താം. നായയുടെ വാലിൻ്റെ വളവ് മാറ്റാൻ കഴിയുമോ എന്ന്.
ആ പരീക്ഷണത്തിൽ നായയുടെ വാലിൻ്റെ വളവ് മാറ്റാൻ പറ്റുമെങ്കിൽ അത് പ്രകൃതിയുടെ മാറ്റമാണ്, അല്ലെങ്കിൽ നേരെ മറിച്ചും. 10 പേർക്ക് ഓരോ നായക്കുട്ടിയെ ചക്രവർത്തി കൊടുത്തു. അവർക്ക് 6 മാസം ആ നായക്കുട്ടിയുടെ മേൽ പരീക്ഷണം നടത്താം. വാലിൻ്റെ വളവിന് മാറ്റമുണ്ടോ എന്ന് 6 മാസം കഴിയുമ്പോൾ ചക്രവർത്തി നേരിട്ട് പരിശോധിക്കും. നായയെ വളർത്തുന്നതിലേക്കായി മാസാമാസം 10 സ്വർണ്ണ നാണയങ്ങൾ വീതം കൊട്ടാരത്തിൽ നിന്നും കൊടുക്കും. രാമനും കിട്ടി ഒരു നായക്കുട്ടിയെ. മനുഷ്യപ്രകൃതി മാറ്റിയെടുക്കാമെന്ന അഭിപ്രായക്കാരനായിരുന്നു രാമൻ. ഒന്നാമൻ ഇരുമ്പ് തകിടുകൊണ്ടുള്ള കുഴലുണ്ടാക്കി നായയുടെ വാൽ അതിലിട്ടു. രണ്ടാമൻ തിരുമ്പുകാരനെ കൊണ്ട് നായയെ ദിവസവും തിരുമ്മിച്ചു. മൂന്നാമൻ നായയുടെ വാലിൽ ഒരു കല്ല് കെട്ടിയിട്ടു. നാലാമൻ മന്ത്രവാദിയെ കൊണ്ട് നായയ്ക്ക് വാലു നിവർത്തുന്നതിനുള്ള മന്ത്രവും ജപങ്ങളും ചെയ്യിച്ച് ഭജനയിരുത്തി. അങ്ങനെ ഓരോരുത്തരും ഓരോ പ്രയോഗങ്ങൾ നടത്തി. രാമൻ അതിനൊന്നും മെനക്കെട്ടില്ല. മറ്റുള്ളവരുടെ നിരീക്ഷണ പരീക്ഷണങ്ങൾ രാമൻ യഥാക്രമം അറിയുന്നുണ്ടായിരുന്നു. രാമനാകട്ടെ തൻ്റെ നായക്കുട്ടിയെ പട്ടിണിയിട്ടു. ഇടയ്ക്ക് ജീവൻ നിലനിർത്താനുള്ള ആഹാരം മാത്രം കൊടുത്തു. 6 മാസം കഴിഞ്ഞു. നായയെ ചക്രവർത്തിയുടെ മുമ്പിൽ ഹാജരാക്കേണ്ട സമയമായി. എല്ലാവരും തങ്ങളുടെ നായയെ കൊട്ടാരത്തിൽ ഹാജരാക്കി. ചക്രവർത്തി എല്ലാ നായക്കുട്ടികളെയും നോക്കി. അവയുടെ വാലുകൾ എല്ലാം വളഞ്ഞു നിൽക്കുന്നു. ഒടുവിൽ രാമന്റെ നായക്കുട്ടിയുടെ ഊഴമായി. അതിൻ്റെ വാല് നിവർന്നിരിക്കുന്നു. ചക്രവർത്തിക്ക് രാമനോട് എന്തെന്നില്ലാത്ത മതിപ്പ് തോന്നി. ചക്രവർത്തി നായക്കുട്ടിയെ സൂക്ഷിച്ചു നോക്കി. എല്ലും തോലുമായി മാറിയിരിക്കുന്നു ആ നായ. രാമൻ പട്ടിണി കിട്ടത് കാരണം വാൽ പൊക്കാനുള്ള ശേഷി പോലും അതിനില്ലാതായിരിക്കുന്നു. ഏതായാലും രാമൻ സ്വന്തം വാദം തെളിയിച്ചു. 2-3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ രാമന്റെ നായ ചത്തു. നായക്കുട്ടി ചത്തു പിറ്റേ ദിവസം മുതൽ രാമൻ ജ്വരം ബാധിച്ച് കിടപ്പിലായി. ജ്വരം ഗുരുതരാവസ്ഥയിലായി. ചികിത്സകളൊന്നും ഫലമുണ്ടാക്കിയില്ല. ഈ അവസരത്തിൽ ഒരു പുരോഹിതൻ രാമനെ സമീപിച്ചു. രാമനിൽ നിന്നും കുറേ പണം തട്ടിയെടുക്കണം എന്നതായിരുന്നു പുരോഹിതന്റെ ഉദ്ദേശം. പുരോഹിതൻ രാമനോട് പറഞ്ഞു, രാമ, ഈ ജ്വരം ഒരു ശിക്ഷയാണ്. നായക്കുട്ടിയെ പട്ടിണിക്കിട്ട് കൊന്നതിൻ്റെ ശിക്ഷ. അതിന് തക്കതായ പരിഹാരം ചെയ്യണം. ഇത് കേട്ട രാമൻ ഭയന്നതുപോലെ ഭാവിച്ചു. എന്നിട്ട് വിറപൂണ്ട സ്വരത്തിൽ ചോദിച്ചു, സ്വാമി, എൻ്റെ പാപത്തിന് പരിഹാരമുണ്ടോ? ഉണ്ട്. ചില പൂജകൾ ചെയ്യണം. അതിന് എത്ര ചെലവ് വരും? 100 സ്വർണ്ണ നാണയങ്ങൾ. 100 സ്വർണ്ണ നാണയങ്ങളോ? എൻ്റെ കയ്യിൽ ഇത്രയും വലിയ തുക ഇല്ലല്ലോ. രാമ, അതോർത്ത് വിഷമിക്കേണ്ട. പണമുണ്ടാക്കാൻ ഞാനൊരു വിദ്യ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഒരു കുതിര ഉണ്ടല്ലോ, അതിനെ വിൽക്കൂ, പുരോഹിതൻ ഉപദേശിച്ചു. കുതിരയെ വിറ്റാൽ ഇത്രയും വലിയ തുക കിട്ടുകയില്ലല്ലോ. കിട്ടുന്ന വില ഞാൻ എടുത്തുകൊള്ളാം. തീർച്ചയാണോ? തീർച്ച, പുരോഹിതൻ സമ്മതിച്ചു. സ്വാമി, എൻ്റെ ജ്വരം മാറിയാലല്ലേ എനിക്ക് ചന്തയിൽ കൊണ്ടുപോയി കുതിരയെ വിൽക്കുവാൻ കഴിയൂ. ഇന്ന് തന്നെ പൂജ നടത്തണം. പുരോഹിതൻ പൂജ നടത്തി. ക്രമേണ രാമന്റെ അസുഖം ഭേദമായി. തൊട്ടടുത്ത ദിവസം കുതിരകളുമായി രാമൻ ചന്തയ്ക്ക് പോയി. കയ്യിൽ ഒരു വട്ടിയും പിടിച്ചിരുന്നു. രാമൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഒരു കുതിരയും വട്ടിയും വിൽക്കാനുണ്ട്. കുതിരയ്ക്ക് 1 സ്വർണ്ണ നാണയം, വട്ടിക്ക് 99 സ്വർണ്ണ നാണയം. കുതിരയും വട്ടിയും ഒന്നിച്ചേ വിൽക്കുകയുള്ളൂ. ഒരാൾ 100 സ്വർണ്ണ നാണയം കൊടുത്ത് രണ്ടും കൂടി വാങ്ങി. രാമൻ നേരെ പുരോഹിതനെ ചെന്ന് കണ്ടു. സ്വാമി, കുതിരയ്ക്ക് കിട്ടിയ വില അങ്ങ് സ്വീകരിച്ചാലും. രാമൻ 1 സ്വർണ്ണ നാണയം പുരോഹിതന് നേരെ നീട്ടി. മനസ്സില്ലാ മനസ്സോടെ പുരോഹിതൻ അത് വാങ്ങി. വാങ്ങാതെ പുരോഹിതന് നിവൃത്തിയില്ലായിരുന്നു.